ഞാൻ ആക്ച്വലി ഈ നീറ്റ് ക്യാൻസൽ ചെയ്തിട്ടുള്ള ആ ഒരു കാര്യം പ്രോസസ്സ് ചെയ്ത് വന്നത് ഇപ്പോഴാണ്. എന്ത് തോന്നിയാസ കാണിക്കുന്നത് NDA സത്യത്തിൽ. അതായത് ഒരു എക്സാം എഴുതാന്ന് പറഞ്ഞാൽ എത്ര എഫേർട്ട് എടുത്ത് എക്സാം എഴുതി. നമ്മുടെ കൂട്ടത്തിൽ 711 12 ഒക്കെ വാങ്ങിച്ചവർ 705 ഒക്കെ വാങ്ങിച്ചവർ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമില്ല. ഒരു എക്സാം എഴുതിയിട്ട് വീണ്ടും എക്സാം എഴുതുമെന്ന് പറഞ്ഞാൽ കുറച്ച് നാൾ കഴിഞ്ഞ് വന്നിട്ട് എഴുതേണ്ടി വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ പണി നിർത്തി വരെ പണിക്ക് പോകുന്നതാണ് നല്ലത്. കാര്യം അല്ലെങ്കിൽ ഇത് അന്വേഷിക്കണം. കാര്യം പറയുന്നത് കേരളത്തിൽ പഠിക്കാൻ വന്നിട്ട് രാജസ്ഥാനാണ് ക്വസ്റ്റ്യൻ കിട്ടിയെന്ന്. എവിടുന്ന് ക്വസ്റ്റ്യൻ കിട്ടിയെന്ന്, എവിടുന്ന് ഇത് ചോർത്തിയത്, ഇതൊക്കെ അന്വേഷിക്കണം. അല്ലാതെ ഇത് ഇവിടെ വെച്ച് നിർത്തിയിട്ട് റീ എക്സാം നടത്തിയിട്ട് നിങ്ങളെ വഴിക്കുമല്ലേ ഉണ്ട്. അന്വേഷിച്ചിട്ട് ഇവിടെ സാധാരണക്കാരായ കുട്ടികൾ രാവും പകലും കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ടല്ലോ. അവരനുഭവിക്കുന്ന സ്ട്രെസ് ഉണ്ട്. ഇപ്പോൾ ആ സ്ട്രെസ്സിന് നിങ്ങൾ എന്ത് ചെയ്യണം, വാല്യൂ കൊടുത്ത് അന്വേഷിച്ചേ പറ്റുള്ളൂ. പിന്നെ എനിക്ക് എൻ്റെ മക്കളോട് പറയാം, മക്കളെ ഇത് കോമൺ ആയിട്ട് വന്നൊരു കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ അടിക്കല്. പേരൻസ് നിങ്ങളുടെ കൂടെ നിൽക്കണം. അവരുടെ ഞങ്ങളുണ്ടാവും കൂടെ. നമ്മൾ മാക്സിമം നമുക്ക് എഫേർട്ട് വീണ്ടും നമ്മൾ എടുക്കും. നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കുക ഒന്നും ചെയ്യരുത്. നമുക്ക് ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഉണ്ടാകും, പക്ഷെ അതിനെ ഓവർകം ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിന് ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അത് പറയാൻ വേണ്ടി തന്നെയാണ്. സത്യത്തിൽ സമാധാനം മൊത്തത്തിൽ പോയി. നിങ്ങളെപ്പോലെ തന്നെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ റിസൾട്ട് വന്നു, അതിനുവേണ്ടി ഇനിയിപ്പോൾ അഡ്മിഷൻ പ്രോസസ്സ് കാര്യങ്ങളിലൊക്കെ, അതായത് നീറ്റ് MBBS അഡ്മിഷന് വേണ്ടി കുട്ടികൾ നിൽക്കുന്നതും അത് ആഘോഷിക്കാനും ഒക്കെ നിൽക്കുന്ന സമയത്താണ് ഇത് വരുന്നതെന്നും. അപ്പം ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ സ്ട്രെസ്സ് നിങ്ങൾ എന്ത് ചെയ്യണം, മാക്സിമം കുറച്ച് നിങ്ങൾ ഇന്ന് സമാധാനമായിട്ട് ഒന്ന് പ്രോസസ്സ് ചെയ്തിട്ട് നിങ്ങൾ നാളെ തന്നെ പഠിക്കാൻ തുടങ്ങാമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ സൈലം ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊഡ്യൂൾ വൈസ് ആദ്യമേ നിങ്ങൾ റിവൈസ് ചെയ്യണം. അല്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ 0 എന്ന് പറഞ്ഞ മോഡൽ എക്സാം മാത്രം നടത്തിയാൽ പോരാ. മൊഡ്യൂൾ വൈസ് റിവിഷൻ ഉണ്ടാകും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ പറയുന്ന പോലെ ഫുൾ മോഡൽസിലേക്ക് എക്സാംസിലേക്ക് പോകും. ആ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ കാര്യങ്ങളാണ് നമ്മൾ ഓഫ്ലൈനിലായാലും ഒക്കെ പ്ലാൻ ചെയ്യുന്നത്. ഹോസ്റ്റലിൽ നിങ്ങൾക്ക് വന്ന് നിൽക്കേണ്ടവർക്ക് നിൽക്കാം. അതിനുവേണ്ട സപ്പോർട്ടെല്ലാം നമ്മൾ തരും. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രോപ്പറായിട്ട് നിങ്ങളുടെ കൂടെ തന്നെ ചെയ്യും എന്നുള്ളതാണ് നമ്മൾ പറയാനുള്ളത്. മക്കളെ, നമുക്ക് ഇത്രയാണ് ചെയ്യാൻ പറ്റുന്നത്. അത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങളുടെ കൂടെ നിന്ന് നമ്മൾ ചെയ്ത് നിങ്ങളെ ഈ ഒരു ക്രൈസിസ് നമ്മൾ മാനേജ് ചെയ്ത് ഒരുമിച്ച് മുമ്പോട്ട് പോകും. പക്ഷേ NTA ഒന്നെങ്കിൽ ഈ പണി നിർത്തിപ്പോ, നിങ്ങൾ വേറെ ഏതെങ്കിലും ആളുകളെ ഏൽപ്പിക്കും സമാധാനം. അല്ലെ ഓൺലൈനാക്കും. 2 എക്സാം പോലെ JEE പോലെ ഓൺലൈനാക്കും. ഒന്ന് സമാധാനമായിട്ട് കുട്ടികൾ എന്ത് ചെയ്തോട്ടെ, എന്ന് എഴുതിപ്പോക്കോട്ടെ. ഇത് ഈ ഓഫ്ലൈൻ എക്സാം എന്ന് പറഞ്ഞാൽ ഇനിയും 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ എക്സാം വരിക. എനിക്കൊന്നുമില്ല ഇമ്മീഡിയറ്റ്ലി ഒരാഴ്ചക്കൊന്നും എക്സാം നടത്താൻ പറ്റില്ല. കാര്യം ക്വസ്റ്റ്യൻ പേപ്പർ ഈ പറയുന്ന പോലെ എല്ലാം പ്രിന്റ് അടിച്ച് എല്ലാ സെൻറ്ററുകളിലും എത്താനുള്ള സമയം എടുക്കും. 2 വീക്സ് എന്തായാലും എടുക്കും. അപ്പോൾ 2 വീക്സ് സമയം ഈ പറയുന്ന പോലെ നമ്മൾ മാക്സിമം വർക്ക് ചെയ്ത് നമുക്ക് റിസൾട്ടിലേക്ക് എത്തണം മക്കളെ. അപ്പോൾ അതിന് നിങ്ങൾ നമ്മുടെ കൂടെ നിൽക്കണം, നമ്മൾ നിങ്ങളുടെ കൂടെ നിൽക്കും. ഒരുമിച്ച് നമുക്ക് അടിപൊളിയായിട്ട് പോകാം. ഈ അവസ്ഥയ്ക്ക് നമ്മൾ എന്താണെന്നറിയത്തില്ല. ഈ അവസ്ഥ ഇനി ഉണ്ടാവാതിരിക്കട്ടെ. അതിനുവേണ്ടി എല്ലാ എഫേർട്ടും എന്ത് ചെയ്യുക, എല്ലാ അധികാരികളും ഇതിനു വേണ്ടി എടുക്കുക. കുറ്റക്കാരെ ശിക്ഷിക്കണം, അതിലൊരു സംശയം ഇല്ല. ഒരു കുട്ടിക്കളിയല്ല. അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. താങ്ക് യു.